ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിൽ വയ്ക്കുന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്കിതുപോലെ ഡിഫറെൻറ്റ് സൈസിൽ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെറിയൊരു പീസ് ക്ലോത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പ്രോപ്പർ റൗണ്ട് ഷേപ്പ് വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഏകദേശം ഷേപ്പ് ആയാലും മതി. ഞാനിവിടെ ഓർഗാൻസ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈറ്റർ വെച്ച് സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഷേപ്പ് ഔട്ട് ആയാലും ഉരുക്കിയെടുക്കുന്ന സമയത്ത് നമുക്കതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം. അങ്ങനെ സെക്കൻഡ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി ഡിഫറെൻറ്റ് സൈസിൽ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വലിയ പെറ്റൽ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് വെച്ച് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വെച്ച് നമുക്ക് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. ഫ്രോക്കിൽ തുന്നിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. നോർമൽ സൂചി നൂലും വെച്ച് നമുക്ക് ബീഡ്സും കൂടെ പുറത്ത് തുന്നിയെടുക്കാം. അതല്ലെങ്കിൽ പേൾ സെറ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ബീഡ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ചെയ്തതാണ് കാണിക്കുന്നത്. പേൾ സെറ്റിംഗ് മെഷീനിൽ പേൾ സെറ്റ് ചെയ്തതിന് ശേഷം പെറ്റൽ ഇടയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഷേപ്പിൽ തന്നെ കിട്ടും. ഫ്ലവർ അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഫ്രോക്കിൻ്റെ ലുക്കാണ് കാണുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.